നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മോഹൻലാൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിലെത്തുന്ന മലയക്കോട്ടെ വാലിബനുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമ ആരാധകർ. ആ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനുവരി 25-നായിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ആദ്യമായി ഒരുമിച്ച് പ്രവർത്തിച്ച സിനിമ കൂടിയാണ് മലയക്കോട്ടെ വാലിബൻ. റിലീസാകുന്നതിന് മുൻപ് തന്നെ വമ്പൻ ഹൈപ്പാണ് ചിത്രത്തിന് ലഭിച്ചത്. ഇതോടെ വൈഡ് റിലീസായി തന്നെ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല പ്രേക്ഷകരിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചത്. മമ്മൂട്ടി വെച്ച് നൻപകൽ നേരത്ത്, മയക്കം അടക്കമുള്ള സിനിമകൾ എടുത്ത് കയ്യടി നേടിയിട്ടുള്ള സംവിധായകന് മോഹൻലാൽ ഡേറ്റ് കൊടുത്തുവെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പ്രേക്ഷകർ ആകാംക്ഷയിലായിരുന്നു. മലയക്കോട്ടെ വാലിബൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുതൽ ഓരോ അപ്ഡേറ്റിനും വലിയ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നത്. എന്നാൽ സിനിമ പുറത്തിറങ്ങിയ ശേഷം പ്രേക്ഷകർ രണ്ടായി തിരിഞ്ഞു. ഒരു വിഭാഗം ആളുകൾ സിനിമ ലാഗാണെന്നും പ്രതീക്ഷിച്ച മാസും ഫൈറ്റും ഒന്നും കാണാൻ സാധിച്ചില്ലെന്നും പരാതിപ്പെട്ടു. എന്നാൽ മറ്റു ചിലർ മലയക്കോട്ടെ വാലിബൻ മികച്ച ഒരു തിയേറ്റർ അനുഭവമാണെന്നും വിഷ്വലി മികച്ച സിനിമയാണെന്നും നല്ലൊരു പഴങ്കഥ കേൾക്കുന്ന ഫീലോടെ കണ്ടു തീർക്കാൻ പറ്റിയ സിനിമയാണെന്നും അഭിപ്രായപ്പെട്ടു. പ്രേക്ഷകർ രണ്ട് തട്ടിലായതോടെ ഡീഗ്രേഡിംഗ് വിമർശിച്ചും പരിഹസിച്ചുമുള്ള പോസ്റ്റുകൾ സംവിധായകൻ ലിജോയ്ക്കും സഹ സംവിധായകൻ ടിനു പാപ്പച്ചന് ട്രോളുകളും വരാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ സിനിമയെ വലിച്ചു കീറുന്ന സ്ഥിതി വന്നതോടെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ഇന്നലെ രാവിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞതു മുതൽ ഈ സിനിമയ്ക്കെതിരെ ആക്രമണം നടക്കുന്നു. ഇത്തരം ഷോകൾ കഴിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ ഒരിക്കലും സത്യമാകണമെന്നില്ല. രാവിലെ 6 മണിക്ക് കാണുന്ന ഓഡിയൻസും വൈകിട്ട് വരുന്ന ഓഡിയൻസും രണ്ടും രണ്ടാണ്. പക്ഷെ നിർഭാഗ്യവശാൽ രാവിലെ ഷോ കഴിഞ്ഞു വരുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്ന അഭിപ്രായമാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലും പ്രതിഫലിപ്പിക്കുന്നു. എന്തിനാണ് ഈ വിദ്വേഷം നടക്കുന്നത്? എന്ത് ഗുണമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമയാണിത്. ഫാന്റസി കഥയിൽ വിശ്വസിച്ച് എടുത്ത സിനിമ. ഇത്ര വൈരാഗ്യം എന്തിനാണ്? സിനിമയുടെ വേഗത, കഥ പറയുന്ന രീതി, ഇതൊക്കെ നമ്മൾ കണ്ട് പരിചയിച്ച ശീലിച്ച സിനിമകളുടേത് പോലെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? വാലിബൻ എന്ന് പറയുന്നത് ഫെരാരിയുടെ എഞ്ചിൻ വച്ച് ഓടുന്ന വണ്ടിയല്ല. ഒരു മുത്തശ്ശി കഥയുടെ വേഗം മാത്രമാണ് ഇതിനുള്ളത്. അതിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്നത് വലിയ കാഴ്ചകളാണ്. അതിന്റെ വേഗത കുറെ മുകളിലാണ്. അതിന് വേഗത പോരാ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തലയോട്ടി അടിച്ച് തകർത്ത ഹീറോ അല്ല നമുക്ക് വേണ്ടത്. അത് ആളുകളിലേക്ക് പ്രചരിക്കുന്നുണ്ട്. കോവിഡ്, പ്രളയം പോലുള്ളവ കടന്നു വന്ന ആളുകളാണ് നമ്മൾ. ആകെ വേണ്ടത് ഭക്ഷണവും വെള്ളവുമാണ്. എന്നിട്ടും ഇപ്പോഴും വൈരാഗ്യവും വിദ്വേഷവുമാണ്. മുഴുവൻ ടീമും അത്രയ്ക്ക് ബുദ്ധിമുട്ടിയെടുത്ത സിനിമയാണ്. ലിജോ എന്ന സംവിധായകനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ വാക്കുകളും വിശ്വസിക്കണം. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണത ഇല്ലെന്ന് തോന്നുന്നത് അതിന് ബാക്കി ഭാഗം ഉള്ളത് കൊണ്ടാണ്. രാവിലത്തെ ഷോസിന്റെ അഭിപ്രായം എപ്പോഴും സത്യമാവണമെന്നില്ല എന്നും രാവിലെ വരുന്ന ഓഡിയൻസും വൈകുന്നേരം വരുന്ന ഓഡിയൻസും രണ്ടും രണ്ടാണെന്നും വൈരാഗ്യത്തോടു കൂടി സിനിമയെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ്? അത് സിനിമാ മേഖലയിൽ എന്ത് മാറ്റമുണ്ടാക്കും? മോഹൻലാലിനെ കാണേണ്ട രീതിയിൽ തന്നെയാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. നമ്മൾ കണ്ടു പരിചിതമായ രീതി വേണമെന്ന് എന്തിന് വാശി പിടിക്കണം? നമ്മുടെ കാഴ്ച വേറെ ഒരാളുടെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആകരുത്. നമ്മുടെ കാഴ്ച നമ്മുടെ മാത്രം കാഴ്ചയാകണം. നമുക്ക് കിട്ടിയ രുചി വേറൊരാളുടെ നാവിൽ നിന്ന് കിട്ടിയ രുചി ആകരുത്. മറ്റൊരാളുടെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തിനോക്കി അതിനോട് പ്രതികരിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് ആയി മാറരുത്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ സ്വയം കണ്ട് വിലയിരുത്തുക. ഇപ്പോഴും എന്റെ പദ്ധതിയിൽ ഒരു വ്യത്യാസവും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. സിനിമ ഇറങ്ങിയ ശേഷം അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ ഉണ്ടാകുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ. പക്ഷെ ഈ സിനിമ ഇറങ്ങിയ ശേഷം ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടായത്. മനസ്സും അടുത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. പണ്ടൊക്കെ 99 ദിവസമൊക്കെ ഒരു സിനിമ തിയേറ്ററുകളിൽ ഓടാറുണ്ട്. പക്ഷെ ഇന്നതൊരു 28 ദിവസമായി ചുരുങ്ങി. ഈ സിനിമ തിരശീലയിൽ കാണാൻ ഓഡിയൻസ് ഉള്ള അവസരം 28 ദിവസമാണ്. അവരാണ് ഇത് ഈ സിനിമ തിരശീലയിൽ കാണാൻ ഓഡിയൻസിനുള്ള അവസരം 28 ദിവസമാണ്. അവരാണ് ഇത് എവിടെ കാണണം എന്ന് തീരുമാനിക്കുന്നത്. ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അനുഭവിക്കേണ്ട സിനിമയാണ്, ലിജോ പറയുന്നു. മോഹൻലാൽ എമ്പുരാൻ ഷൂട്ടിങ്ങിനായി വിദേശത്തേക്കുള്ള യാത്രയിലായതിനാൽ കുടുംബത്തോടൊപ്പം ദുബായിൽ വെച്ചാണ് സിനിമ കണ്ടത്. ലിജോയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വിമർശകർക്ക് മറുപടിയുമായി മോഹൻലാലും എത്തിയിരുന്നു. മലയക്കോട്ടെ വാലിബന്റെ പുത്തൻ പോസ്റ്റർ പങ്കിട്ടായിരുന്നു മോഹൻലാൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നൽകിയത്. ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി മുത്തശ്ശി കഥ എന്ന തലക്കെട്ടിലാണ് പുതിയ പോസ്റ്റർ പുറത്തിറക്കിയിട്ടുള്ളത്. സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനാണ് അണിയറ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പങ്കുവച്ചത്. ചിത്രത്തിന്റെ കഥയും മറ്റും അറിയാതെ ഒരു വലിയ മാസ് മസാല ചിത്രം പ്രതീക്ഷിച്ച് തിയേറ്ററിൽ വരുന്നവർക്ക് ഒരു
ഒരുപക്ഷെ മോശം അഭിപ്രായമാകുമുണ്ടാകാം. ഇതിനെ മറികടക്കാൻ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ സഹായിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ വിലയിരുത്തൽ. ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്ന മറുപടിയാണ് ഏറെയും പുത്തൻ പോസ്റ്റിൽ ലഭിച്ചത്. സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ചിലർ തന്നെ അനാവശ്യ ഹൈപ്പ് കൊടുത്തതും കാരണമായി എന്നും ചിലർ കുറിച്ചിട്ടുണ്ട്. ഇതാണ് സത്യം. ഒരു മുത്തശ്ശി കഥയുടെ ഫീലോട് കൂടിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. KGF, ബാഹുബലി പോലുള്ള തെലുങ്ക് സൂപ്പർ ഫാസ്റ്റ് സിനിമകളുമായി കിടം പിടിക്കാൻ വന്ന സിനിമയല്ല മലയക്കോട്ടെ വാലിബൻ. അത് വേറിട്ടൊരു ദൃശ്യാവിഷ്കാരമാണ്. അതിനെ അതിന്റെ മൂഡ് അനുസരിച്ച് ഉൾക്കൊള്ളണം എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.